Hello, welcome back to homegrown recipes. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾക്ക് ലേസ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണയായി കാണുന്ന ചേരുവകൾ മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ചെറിയ സവാള ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞൊരു സവാള. സാധാരണ നമ്മൾ ഓംലെറ്റ് ചെയ്യൂല, അതുപോലെ തന്നെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് തക്കാളി ആഡ് ചെയ്യാം. പിന്നെ ഒരു പച്ചമുളക്. പിന്നെ ഇതിലേക്ക് 2 മുട്ട ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 ലേസ് പാക്കറ്റ് എടുക്കുക. അതായത് ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേവറായ ഓറഞ്ച് ലേസാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് ഒടിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ചോറെടുത്ത് അതിനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് ഈ ലേസ് പൊടിച്ച് വെച്ചത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ലേസ് പാക്കറ്റ് 2 മുട്ടയ്ക്ക് ചേർത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടൂ അത്ര. പിന്നെ നമ്മൾ ഉടച്ച് വെച്ച ആ ചോറ് കുറച്ച് ആഡ് ചെയ്താൽ മതി. അത് മുഴുവനായി ആഡ് ചെയ്യണ്ട, അതിൻ്റെ നേരെ പകുതി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ചോറ് നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ പാൻ വെച്ച് നല്ലൊരു ഓംലെറ്റ് ആക്കി എടുക്കാം. പാൻ ചൂടായപ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് മുഴുവനായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് എണ്ണ ചൂടായപ്പോഴേക്കും നമ്മൾ എഗ് മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്യാം. മുഴുവനായി ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എൻ്റെതൊരു പെർഫെക്റ്റ് ആയിട്ടില്ല, നിങ്ങൾ പെർഫെക്റ്റായി ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ലേസ് ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ഓംലെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്